ചില്ലൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഒരു ക്യാമ്പസിൻ്റെ ഒരു പ്രണയത്തെക്കുറിച്ചിട്ടായിരുന്നു ആ സിനിമ. അതിൻ്റെ തിരക്കഥ എഴുതുന്നതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നിർമ്മാതാവിൻ്റെ വീട്ടിൽ താമസിക്കുള്ളൂ. എൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ എഴുതും, പകൽ കിടന്നുറങ്ങും. അങ്ങനെ പകൽ കുറച്ച് നേരമൊക്കെ ഉറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ പഴയ മാസികകളും പത്രങ്ങളും ഒക്കെ ഇങ്ങനെ കെട്ടി അടുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനതൊരു ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു കുഞ്ഞു മാഗസിൻ, അത് ചവറ ഭാഗത്തുനിന്ന് ഇറക്കുന്നതാണ്. ആ മാഗസീനിലാണ് ONVയുടെ ഈ ഒരു വട്ടം കൂടി എന്നുള്ള കവിത അതിനകത്ത് അച്ചടിച്ച് കണ്ടത്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് ചില്ലിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനതിന് കയ്യിലെടുത്താണ് ഇതിൻ്റെ പാട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ONV സാറിൻ്റെ വീട്ടിലെത്തി. ഇങ്ങനെ ഒരു കവിത പറഞ്ഞിട്ട് ഞാനിത് കൊടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെടും. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഓച്ചിറയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ലിറ്റിൽ മാഗസീനിൽ നിന്ന് ഉണ്ടായിരുന്നു. ഞാൻ ആ മാഗസീനാണ് കൊടുത്തത്. ഇതെൻ്റെ കയ്യിൽ നഷ്ടമായെന്ന് കരുതിയൊരു ഒന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാനിതിൽ അല്പം ചെറിയ മാറ്റങ്ങൾ വരുത്താം നമുക്ക് എന്ന് പറഞ്ഞു. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അച്ഛൻ അറിഞ്ഞതാണ് അദ്ദേഹം MB ശ്രീനിവാസനുമൊത്ത് ഈ ഗാനം കമ്പോസ് ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ ഓരോ വരിയായിട്ട് പറഞ്ഞു കൊടുക്കുകയും ആ ഓരോ വരിയും കേട്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് MBS ഇങ്ങനെ ആഹ്ലാദത്തോട് കൂടിയിട്ട് അതിന് റിയാക്ട് ചെയ്യുകയും ചെയ്തത്. ഇത് നടന്നത് മറീന ബീച്ചിലാണ്. MBS ആണ് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയത്. മറീന ബീച്ചിലിരുന്ന് ഈ ഗാനം വരികൾ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം അത് ഏറ്റുപറയുകയും അതിൻ്റെ റിയാക്ഷൻസും പിന്നെ അവിടെ ഇരുന്ന് തന്നെ അദ്ദേഹം അതിൻ്റെ ഒരു ഏകദേശ ഒരു ഈണം അദ്ദേഹത്തിന് നൽകി അവിടെ ഇരുന്ന് പാടി കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സാഗരം സാക്ഷിയായിട്ടാണ് ആ ഗാനം പിറന്നത്. എനിക്ക് വളരെ ഐ ഫീൽ ഐ എം ട്രൂലി ബ്ലെസ്ഡ് ഓർ വെരി ലക്കി ഈ ഒരു പാട്ടിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും എവിടെ വെച്ചാണെങ്കിലും ആൾക്കാർ ഒന്ന് ഓർക്കുവാണെങ്കിൽ പറയും ജലജയുടെ ആ പാട്ട് എന്ന് പറയുമ്പം നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നും അത് എല്ലാവരുടെയും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ്. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിനൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്തു